അൽഫിയുടെ മുസന്നിഫ് റഹ്മഹുള്ള ഇബ്തിദാ കഴിഞ്ഞിട്ടാണ് ഫായില് പറയുന്നത്. ഇവിടെ അങ്ങനല്ല അല്ലേ? എന്നാ പിന്നെ ഏത് കിതാബിലും അന്നേരം മാറ്റമുള്ളത്? എന്നാ ഖത്തറിനതയിലായിരിക്കും അല്ലേ? എന്നാ പിന്നെ പൊട്ടു. ഹാദാ ബാബു എന്നാണ്, ബാബുൽ ഫായിൽ. നവാസിഖുകൾ പറഞ്ഞതിന് ശേഷം താമായ ഫീല് തൊലബ് ചെയ്യുന്ന ഒന്നിനെ പറ്റിയേ പറയുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞല്ലോ അതൊക്കെ. പിന്നെ വായിക്കാം. അൽഫായിലു അൽഫായിലു ഫായിലാകുന്നത് നഹ്വികളുടെ പ്രയോഗത്തിൽ അറിയപ്പെട്ട ഫായില് എന്ന് വെക്കണം. അഥവാ ഇസ്തിലായ ഫായില്. മത്തനിൽ പറഞ്ഞ ഫായിൽ അൽ ഫായിലു, ആ മത്തനിൽ പറഞ്ഞല്ല, ഹെഡിങ്ങിൽ പറഞ്ഞ ഫായില്. അൽ ഫായിലു എന്നുള്ള ആ അലിഫ്ലാമ് നഹ്വികളുടെ ഇടയിൽ അറിയപ്പെട്ട അലിഫ്ലാം. അപ്പൊ അഹ്ദിയായ അലിഫ്ലാമായി. മനസ്സിലായില്ല? അൽ അഹ്ദിയാണ് നബികളുടെ അറിയപ്പെട്ടതാണ്. ഇപ്പൊ പിന്നീട് മത്തനിൽ പറഞ്ഞ പാട്ടിൽ പറഞ്ഞ അൽ ഫായില്, മത്തിൽ പറഞ്ഞ അപ്പൊ അലിഫ്ലാമ് ദിക്രിയായ അഹ്ദിയായ അലിഫ്ലാം എന്ന് പറയും. മറ്റത് അഹ്ദിയ നോക്കും. അഹ്ദിയാണ് അത് ബൈനൻ നബിയീന എന്ന് നോക്കണം. അൽ ഫായിലു ഫായിലാകുന്നത്. ഫായിൽ എന്ന് പറഞ്ഞാൽ അൽ ഇസ്മൂന്ന്, അയ്യിൽ ഇസ്മൂന്നുണ്ടാവും. അയ്യുണ്ടാവും. ഇസ്മ്, പിന്നെ ഇസ്മും രണ്ടൈറ്റം വരും. ഇസ്മും സരീഹായ ഇസ്മ വരും, ലാഹിറായ ഇസ്മ വരും, ലമീറായ ഇസ്മ വരും. ആ ലമീർ തന്നെ രണ്ടൈറ്റം വരും. ബാരിസായത് വരും, വെളിവായത് വരും, മറഞ്ഞത് വരും. കണ്ടാ? അതേ പ്രകാരം തന്നെ ഇസ്മ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതും പെടും. യജൂസ് അയ്യക്കൂന, യജൂസിന്റെ ഫായിലാണല്ലോ. എന്ത് അയ്യക്കൂന? മുഅവ്വല മസ്ദർ ഫായിലാണ് നോക്കത്തില്ല. അയ്യക്കൂന ഇസ്മാണോ? അല്ല, ഇസ്മ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്നതാണ്. മനസ്സിലായ? അൽ ഫായിലു ഫായിലാകുന്നതല്ല ഇസ്മു, ഇസ്മാകുന്നു. ഇസ്മ രണ്ടൈറ്റം, ലാഹിർ മുദ്മർ. മുദ്മർ രണ്ടൈറ്റം. മനസ്സിലായില്ല? ലാഹിർ മുദ്മർ. മുദ്മർ രണ്ടൈറ്റം. ബാരിസ് മുസ്തത്തിർ. അഫ്അലുലൊക്കെ മുസ്തത്തിറാണ്. മനസ്സിലായില്ല? അഫ്അലു എന്നതില് ഫഅൽത, അതിൽ ബാരിസായ ലമീറാണ്, നീ പ്രവർത്തിച്ചു. അഫ്അലുവിനകത്ത് ലമീറുണ്ട്, അന. ഫഅൽതയിൽ അന്തയുണ്ട്. ഫഅൽത എന്ന് തമിഴ് കാണാൻ പറ്റും. മനസ്സിലായില്ല? അപ്പൊ മുസ്തത്തിറായ ലമീർ, ആ മുസ്തത്തിർ തന്നെ രണ്ടായിട്ടുണ്ട്. വുജൂബൻ മുസ്തത്തിർ, ജവാസൻ ഇസ്തിത്താർ. ഇതൊക്കെ പറഞ്ഞു പഠിക്കല നമ്മളെ പണി. ജവാസൻ ഇസ്തിത്താറുണ്ട്, വുജൂബൻ ഇസ്തിത്താറുണ്ട്, ബാരിസായ ലമീറുണ്ട്. ലമീർ രണ്ടേറ്റം, ബാരിസ് മുസ്തത്തിർ. ആ മുസ്തത്തിർ തന്നെ മുസ്തത്തിറുൻ വുജൂബുഹു, അല്ലെ മുസ്തത്തിറുൻ ജവാസുഹു. അങ്ങനെയൊക്കെ ലമീറുകളുണ്ട്. അതാ ഖത്തറിന്റെ തുടക്കത്തിൽ തന്നെ അതുണ്ട്. പിന്നെ ഇസ്മി എന്നുള്ളത് രണ്ടെണ്ണം പെടും. സരീഹ് മുഅവ്വൽ. സരീഹ് മുഅവ്വൽ. സരീഹാണ് ഖാല സയ്യിദ്. മനസ്സിലായില്ല? മുഅവ്വലാണ് ഉഹിബ്ബു അൻ തഖൂമ, ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ തഖൂമ. അല്ലെങ്കിൽ അഅജബനി അൻ തഖൂമ. അഅജബനി എന്നെ പുതുമപ്പെടുത്തി അൻ തഖൂമ, എന്റെ നിക്കൽ. അപ്പൊ അഅജബയുടെ ഫായിലാണ് അൻ തഖൂമ എന്നുള്ളത്. ഖിയാമുക എന്ന മസ്ദർ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റും. മനസ്സിലായോ? അൽ ഇസ്മു അൽ ഇസ്മാണ് അല്ലദീ, എങ്ങനത്തെ ഇസ്മ്, ഇലൈഹി അതിലേക്കാണ് ഉസ്നിദ ചേർക്കപ്പെടുന്നത്. എന്ത് ചേർക്കപ്പെടും? ഫിഇലുൻ, ഫിഇല് ചേർക്കപ്പെടും. മുഖദ്ദമുൻ, മുഖദ്ദമായ ഫിഇല് ചേർക്കപ്പെടും. മുഖദ്ദമ രണ്ടായിട്ടുണ്ട്. ഹഖീഖത്ത് നിലയിൽ മുഖദ്ദമായതുണ്ട്, ഹുക്മൻ നിലയിൽ മുഖദ്ദമായത് ഉണ്ട്. ഫിഇല് ചേർക്കപ്പെടും, അല്ലെ ഫിഇലിന്റെ മാനയ്ക്കുള്ള ചേർക്കപ്പെട്ടാൽ മതി. ഫിഇല് തന്നെ ആവണമെന്നില്ല. എന്നാലും ഫായിൽ പറയും നമ്മള്. മനസ്സിലായില്ല? ഫായില് പറയും നമ്മള്. ഫീലിന്റെ മാനയ്ക്കുള്ളത് ചേർക്കപ്പെട്ടു. ഫീല് തന്നെ രണ്ടൈറ്റം. ഫീല് സലഹത്ത നിലയിൽ ഫീൽ,
അല്ലെങ്കിൽ ഫീലിന്റെ മാനയ്ക്കുള്ള ചേർക്കപ്പെട്ടാലും പറയും. ഇസ്തഖറ സൈദു ഫിദ്ദാരി, ഇസ്തഖറ ഫിദ്ദാരി, നമ്മുടെ ഫിദ്ദാരിയിൽ ഒരു മുസ്തഖറിനൊന്നില്ലേ, അല്ലെങ്കിൽ ഒരു ഇസ്തഖറ ഇല്ലേ, അവിടെ ഫീല് കാണില്ല. അങ്ങനെ കൊറേയൊക്കെ പറയാൻ പറ്റും. മുഖദ്ദമുൻ അലൈഹി, അതിനേക്കാൾ മുന്തി വന്നത്. അപ്പൊ എന്തായി? ഫായിലാകണമെങ്കിൽ പിന്തി വരണം, അതിനേക്കാൾ മുമ്പ് ഫീല് വേണമെന്ന് വരും. ഫീലോ ഫീലിന്റെ മാനയ്ക്കുള്ളതോ ആയാലും മതി. ലർബുൻ സൈദുൻ എന്നറിയില്ലേ, അജബനി ലർബുൻ, എന്നെ പുതുപ്പെടുത്തി, ലർബുൻ അടിക്കൽ. ആരടിച്ചു? സെയ്ദ്, സെയ്ദ് അടിച്ചു. അപ്പൊ ലർബുൻ എന്നത് മസ്തറാണ്, ഫീലല്ല. മനസ്സിലായില്ല? ആ ഫീല് മുന്തി വരണമെന്ന് പറഞ്ഞാൽ ഫീലോ ഫീലിന്റെ മാനയ്ക്കുള്ളതായാലും ഫീല എന്നെ മുന്തിടുന്നു. ലർബുൻ എന്നുള്ള നമ്മൾ പണ്ട് പഠിച്ചു. പിന്നെ 100 അമലുകൾപ്പെട്ടതാണ് മസ്തറുൻ, അല്ലെ ഇസ്മു ഫായിലി, ഇസ്മു മഫൂൽ. ഇസ്മു ഫായിൽ ലാരിബുൻ സൈദുൻ അംറൻ എന്ന് പറയത്തില്ലേ? ലാരിബുൻ എന്നതിന്റെ ഫായിലാണ് സൈദുൻ എന്നുള്ളത്, അംറൻ എന്നതിന്റെ മഫൂലാണ്. അപ്പൊ ഫീല് ചേർക്കപ്പെടുക വെച്ചാൽ ഫീലോ ബാക്കി നമ്മൾ കൂട്ടി കൊടുക്കണം. ഫീലോ ഫീലിന്റെ മാനയിലുള്ളതോ അത്. ഫീല് തന്നെ ആവണമെന്നില്ല, ഫീലിന്റെ മാനയ്ക്കുള്ളതാണ് മസ്തർ. ഫീലിന്റെ മാന മജ്ഹൂലിന്റെ മസ്തറല്ല, മഅറൂഫിന്റെ മസ്തർ. ഫീലിന്റെ മാനയ്ക്കുള്ളതാണ് ഇസ്മു ഫായില്. അതാണ് തന്നെ സിഫത്തു മുശബ്ബഹ. ഹുസ്നു അഅജബനി ഹുസ്നുൻ സൈദുൻ. ഹുസ്നുൻ എന്നതിന്റെ ഫായിലാണ് സൈദുൻ എന്നുള്ളത്. അങ്ങനെയൊക്കെ പലതും പറയും. അപ്പൊ ഖാമ സൈദുൻ പോലെ, എന്താ മാത്ത അംറുൻ പോലെ ആണോ? അൽ ഫായിലു ഫായിലാകുന്നത്, നഹ്വീങ്ങളുടെ നേരത്തെ പറഞ്ഞ മത്തനിൽ പറഞ്ഞ ഫായിലാകുന്നത്. അൽ ഇസ്മു ഇസ്മാകുന്നു. ഇസ്മു സരീഹനാകാം, അല്ലെങ്കിൽ സരീഹ കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതാകാം. ആ ഇസ്മു തന്നെ ലാഹിറൻ ആകാം, അല്ലെങ്കിൽ മുളുമറൻ ആകാം. ലമീറാകുമ്പോൾ തന്നെ ബാരിസ് ആയ ലമീറാകാം, അല്ലെങ്കിൽ മറഞ്ഞതായ ലമീറാകാം. മറഞ്ഞ ലമീർ തന്നെ മുസ്തത്തിറാകാം, അല്ലെങ്കിൽ ആ മുസ്തത്തിർ തന്നെ മറഞ്ഞത് തന്നെ വുജൂബൻ നിലയിൽ മറയലാകാം, ജവാസ് നിലയിൽ മറയലാകാം. അതൊക്കെ നമ്മളൊക്കെ ഫറാവിയിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. മുസ്തത്തിറുൻ വുജൂബൻ, മുസ്തത്തിറുൻ ജവാസൻ എന്നൊക്കെ കഫറായിൽ വ്യക്തമായി തരുന്നുണ്ട്. പിന്നെ ഉസ്നിദയിലെ അതിലേക്ക് ചേർക്കപ്പെട്ടു ഫീലുൻ അൽ ഫായിലു ഫായിലാകുന്നത് അല്ലദീ ഒന്നാണ്, ഇലൈഹി ആ ഒന്നിലേക്ക് ഉസ്നിദ ചേർക്കപ്പെട്ടു, ഫീലുൻ ഫീല് ചേർക്കപ്പെട്ടു. ആ ഉസ്നിദ ഫീലുൻ എന്നുള്ളതെന്ന് ഒരു ഫായിൽ അറിയപ്പെടും. നമ്മൾ ഉസ്നിദ നായിബ് ഫായിലാണെങ്കിലും അല്ല, ഫീൽ എന്നുള്ളത് നായിബ് ഫായിലാണ്, ഫായിലിന്റെ സ്ഥാനത്ത് വന്നതാണത്. ഏത് ഫീൽ എന്നുള്ളത് മനസ്സിലായില്ലേ? ഉസ്നിദ ഫീലുൻ മുഖദ്ദമുൻ, മുഖദ്ദമായ ഫീല് ചേർക്കപ്പെട്ടു, അലൈഹി ആ ഇസ്മിനേക്കാൾ മുഖദ്ദമായതാണ്. അല്ലദീ ഇലൈഹി ഉസ്നിദ, അല്ലെ, അതിലേക്ക് ചേർക്കപ്പെട്ടു. ഇലൈഹി ദമീർ ഇതിലേക്കാ അല്ലദിയിലേക്ക്. അല്ലദീ എന്ന മൗസൂലാന്റെ ഇസ്മു വാഖിയാതൊരു ഫായില് അല്ല, അതിലേക്ക് ചേർക്കപ്പെട്ടു. ഫീലുൻ ഫീല് ചേർക്കപ്പെട്ടു. എങ്ങനത്തെ ഫീലാണ്? നായിബ് ഫായില് ഇതിനകത്ത് വരും, ബാക്കി വരും. അപ്പൊ അവിടെ നമുക്ക് പറയാം ഉസ്നിദ ഫീൽ എന്നുള്ള നായിബ് ഫായില് മുമ്പ് അങ്ങനെ തന്നെ അതിലേക്ക് ചേർക്കപ്പെട്ടു. ഫീൽ മുഖദ്ദമുൻ കണ്ടാ, അൽഇസ്മുല്ലദീ ഇലൈഹി ഉസ്നിദ ഫീലുൻ ഫീല് ചേർക്കപ്പെട്ടു. ഫീൽ എന്നതിനെ തർക്കീബ് ഉസ്നിദയുടെ നായിബ് ഫായില്. എങ്ങനത്തെ ഫീല്? മുഖദ്ദമുൻ മുഖദ്ദമായ ഫീല്.
പിന്നെ ഫീല് ചേർക്കപ്പെടും. ഫീല് ഏത് ഇസ്മിലേക്ക് ചേർക്കപ്പെടും? മുഖദ്ദമായ ഫീല്. ഖാമ സെയ്ദുൻ മാത്ത അമ്രുൻ. രണ്ട് ഉദാഹരണമുണ്ട്. ഖാമ സെയ്ദാകുമ്പം ഫീൽ അവനിൽ നിന്നും സംഭവിച്ചത്. മനസ്സിലായില്ല? അവൻ തന്നെ ഉണ്ടാക്കിയതാണ്. മറ്റത് അവനിൽ നിൽക്കുന്നതാണ്. മാത്ത അമ്രുൻ അവൻ ഉണ്ടാക്കിയതല്ല. മൂജിദ് അവനല്ല. മറ്റേതിൽ മൂജിദ് അവനാണ്. അതുകൊണ്ട് ഖാമ സെയ്ദുൻ. ഇതിൽ മൂജിദ് ആരാണ്? അവനല്ല. പക്ഷെ മൗത്തി എന്നുള്ള അവന് നിൽക്കുന്നുണ്ട്. കണ്ടാ? പിന്നെ അല്ലെങ്കിൽ ഇസ്മിനേക്കാൾ മുന്തിക്കണം. അബദൻ എന്നും മുന്തിക്കണം. എന്നും മുന്തിക്കപ്പെടണം. ളർഫുൽ ലിഖാലി മുഖദ്ദമൻ. വാക്കീനെ ബയാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ലർഫ് വെച്ചുകൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ലർഫിനവിടെ പോസ്റ്റില്ല. മുന്തിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടിയില്ല. പിന്നെ അബദം പിന്നെ എന്തിനാ പറയുന്നത്? അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഫിഇലുൻ മുഖദ്ദമുൻ അലൈഹി അബദൻ എന്നല്ലേ? ഫിഇലാകണം എന്നുള്ളത് ഫിഇല് ആകണം. ആ ഫിഇല് മുഖദ്ദമാകണം. മുഖദ്ദമൻ അബദൻ എന്നും മുഖദ്ദമാകണം. അപ്പൊ ഫിഇലിന്റെ മാനയുള്ളതോ? ഫിഇലിന്റെ മാനയുള്ളതോ അങ്ങനെ തന്നെ മുഖദ്ദമാകണം. ഖായിമുൻ സെയ്ദുൻ അല്ലേ? ഖായിമുൻ. പക്ഷെ അവിടെ ഖായിമുൻ എന്ന ഇസ്മു ഫായിൽ അമൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പണ്ട് തോഫെ പറഞ്ഞുകൊണ്ടത്. ഇസ്മു ഫായിൽ അമൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഏതിന്റെയെങ്കിലും മേൽ ആസ്വദിക്കണം. ഖായിമുൻ സെയ്ദുൻ എന്ന് പറയേണ്ടി വരും. അപ്പൊ അവിടെ മുഖദ്ദമായത് ഹംസയാണ്, ഖായിമല്ല. അവിടെ മുഖദ്ദമായത് ഏതാണ്? ഹംസയാണ്. മഅനൽ ഫിഇൽ, ഫിഇലിന്റെ മഅന ഉണ്ടെങ്കിൽ വാക്കീനെ ബയാൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത ലർഫ് എന്ന് പറഞ്ഞാൽ മതി. ആ ലർഫ് മുഅ്തറസിന്റെ ലർഫ് അല്ല. അബദൻ എന്ന ലർഫ് എന്തിന്റെ അല്ല? മുഅ്തറസിന്റെ ലർഫല്ല. മുഅ്തറസിന്റെ ലർഫാകുമ്പോ ഇഷ്കാൽ വരും. എന്നെന്നും മുന്തിക്കൽ. എന്തിനാണ് ഇപ്പൊ എന്നും മുന്തിച്ചല്ലേ വരുള്ളൂ. പിന്നെ അബദൻ എന്നുള്ളത് വാക്കിനെ ബയാൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് കേട്ടാ. പിന്നെ ഖാലഫ എങ്ങനത്തെ ഫീലാകണം? ഖാലഫ കണ്ടാ, ആ ഫീല് എതിരാകണം. സൗഗൻ സീഗയാൽ എതിരാകണം. വഖ്തിദാൻ മഅനയാലും എതിരാകണം. ലിഫുഇല യുഫ്അലു, ഫുഇല യുഫ്അലിനോട് എതിരാകണം. അത് ഫഅല യഫ്അലു വരണം, ഫുഇല യുഫ്അലു ആകാൻ പാടില്ല. അല്ല,
ഔമ അല്ലെങ്കിൽ ഫീലല്ല ചേർക്കാല് ഔമ അല്ലെ ഒന്ന് ചേർക്കും. എങ്ങനത്തെ ഒന്നാണ്? ഫീ ആ ഒന്നിലുണ്ട് മഅനാഹു ആ ഒന്നിൽ മഅനാഹു ഫീലിന്റെ മഅനയാകുന്നത് ജുഇല ആക്കപ്പെട്ടു. വേണ്ട മുഖദ്ദമുൻ അലൈഹി അബദൻ ഫീലുൻ അങ്ങടെ അത്ഫ് ഔമ എന്നുള്ളത് ഔമ അല്ലെ ഒന്ന് ചേർക്കപ്പെടും. ഫീ ആ ഒന്നിലുണ്ട് ഫീലിന്റെ മഅനയാകുന്നത് ആ ഒന്നിൽ ജുഇല ആക്കപ്പെട്ടു. ഞാൻ തർക്കം നാളെ പറഞ്ഞെന്നതിന് ഖാലഫ ദാലിക്കൽ ഫീലു ആ ഫീലിനെതിരായി സൗഗൻ സീഗയാൽ ഐ ലഫ്ളൻ വഖ്തിദാൻ ഐ മഅനൻ ലിഫ്ഇല യുഫ്അലു അല്ല ഫലം യുസമ്മ ഫായിലുഹു ആയ ഫീലാകാൻ പാടില്ല. ഫായില് വേണമല്ലോ. അപ്പൊ ഫായിലാകണം, ഫായില് പറയണം. അപ്പൊ മജൂലാകാൻ പാടില്ല. ഏട്ടാ മജൂലാകുമ്പോ മഫൂലിനെ തേടുകയുള്ളൂ, ഫായിലിനെ തേടുകയില്ല. അല്ല മജൂലെന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ ഫായിൽ അറിയപ്പെടാത്തത്. മഫൂല് ഇഹ്തിറാസുൻ വായിക്കണ പിള്ളേരാ ഫീലുല്ലതി അത് തേടുന്നതാണ്. മഫൂലിനെയാണ് തേടുന്നത്. ഇഹ്തിറാസുൻ ഈ പറഞ്ഞ വാക്ക് സൂക്ഷിക്കലാണ്. അതിൽ ഫെയില് ഒരു ഫെയിലിനെ തൊട്ട് അല്ലത് എങ്ങനത്തെ ഫെയിലാണ് അതിന് ഫായില് പറയപ്പെട്ടിട്ടില്ല. ഫൈനഹു ഫായില് പറയപ്പെടാത്ത ഫെയില് ഇഖ്തിദയെ തേടും, മഫൂലിയത്തിനെ തേടും. നഹ്വു ളുരിബ സൈദുൻ സൈദ് അടിക്കപ്പെട്ടു എന്ന് വാ യുഖ്തലു അംറുൻ എങ്ങനെ വായിക്കേണ്ടത്? പിന്നെ അല്ലെങ്കിൽ ഔസുനിത ചേർക്കപ്പെട്ടു ഇലൈഹി ആ ഇസ്മിലേക്ക് മാ ഒന്ന് ഫീഹി ആ ഒന്നിൽ മഅനാഹു ഫീലിന്റെ മഅനയാകുന്ന ജുഇല ആക്കപ്പെട്ടു. മഅനാഹു വെച്ച മഅനൽ ഫീലി എന്നാണെന്ന് ജുഇല ആക്കപ്പെട്ടു. കസ്മിൽ ഫായിലി നഹു മറർതു ബി റജുലി ളാരിബിൻ ഗുലാബുഹു അംറൻ മറർതു ബി റജുലിൻ ളാരിബിൻ ഗുലാമുഹു അംറൻ. അപ്പൊ അമൽ ചെയ്തു ളാരിബിൻ എന്നുള്ളത്. ഫീലും മുഖദ്ദമുൻ എന്നുള്ളത് ഇഹ്തിറാസിന്റെ ഖൈദാക്കുക. അബദൻ എന്നുള്ളത് ഇഹ്തിറാസിന്റെ ഖൈദാക്കണം. നേരത്തെ പറഞ്ഞ വാഖീന്റെ ഖൈദല്ല. അബദൻ ഫീലാണെങ്കിൽ എന്നും മുന്തിക്കണം. അപ്പൊ ഇസ്മു ഫായിലോ ഇസ്മു സിഫത്തുൽ മുസബ്ബഹയാണെങ്കിൽ മുന്തൽ നിർബന്ധമില്ല. അബദൻ എന്നുള്ളത് രണ്ട് ഇത്തിബാർ കൊടുക്കും. ഒന്ന് മുഅ്തറസിന്റെ ഖൈദ്, അതുകൊണ്ട് എന്തിനെ സൂക്ഷിച്ചു? ഫീല് വരുന്നിടത്ത് ഫീല് നിർബന്ധമായിട്ടും മുന്തണം എന്നതാണ്. അതുകൊണ്ട് എന്തിനെ സൂക്ഷിച്ചു? ഇസ്മു ഫായില് വരുന്നിടത്ത് മുന്തൽ നിർബന്ധമില്ല. ഫായിലിനേക്കാൾ ഇസ്മു ഫായില് മുന്തൽ നിർബന്ധമുണ്ട്. പക്ഷേ ഫായിലിനേക്കാൾ മുന്തണം, അത് നിർബന്ധമാണ്. ഫായിലിനേക്കാൾ എന്തായാലും മുന്തണം. അങ്ങനെ വെക്കുമ്പോ ബാക്കിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വന്ന കാര്യം പറയും. ഫായിലിനേക്കാൾ ഫീല് മാത്രം മുന്തണം, അല്ലെങ്കിൽ ഫീലിന്റെ മാനയിലുള്ളത് മുന്തണം. അതില്ല. ഇസ്മു ഫായില് വരുമ്പം ഫീലിന്റെ മാനയുള്ള ഇസ്മു ഫായിലിനേക്കാൾ വേറെ പലതും മുന്തിയിട്ടുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ രണ്ട് ഇഅ്തിബാർ അബദൻ എന്നതിന് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഫിഇല് മുന്തണം, അല്ലെങ്കിൽ എന്ത് മുന്തണം? ഫീലിന്റെ അത് മുന്തിയിട്ടുണ്ട്. അപ്പൊ അബദൻ ബാക്കിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീലേ മുന്താവൂ, ഇസ്മു ഫായിലേ മുന്താവൂ, വേറെ ഒന്നും മുന്തിക്കൂടാ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഇഹ്തിറാസിന്റെ ഖൈദാവും. വേറെ പലതും മുന്തിയിട്ടുണ്ട് ഫായിലിനേക്കാള്. ഇസ്മു ഫായിലും മുന്തിയിട്ടുണ്ട്, അതിനേക്കാൾ വേറെ പലതും മുന്തിയിട്ടുണ്ട്. അതാ മറർത്തു ബി റജുലിൻ. കാരണം ഇസ്മു ഫായിൽ അമൽ ചെയ്യണമെങ്കിൽ ഏതിന്റെ ഒന്നിന്റെ മേൽ ചാരണം കൊണ്ടുവരണം. അപ്പൊ ആ ചാരണം കൊണ്ടതാണ് ഏത് മൗസൂഫായി വരിക, സിഫത്തായി വരിക എന്നുള്ളത്.
ലാരിബൻ എന്നുള്ള സിഫത്താണ് റജുൽ എന്നുള്ളതിന്. അതുകൊണ്ട് അതെന്ത് ചെയ്തു? അമൽ ചെയ്തു എന്ന് വരും. ലാരിബിൻ ഗുലാമുഹു അംറൻ. അബിസിഫത്തിൽ മുസബ്ബഹത്തിന് വജാഅനി റജുലുൻ ഹസനുൻ വജുഹു. വജുഹിനേക്കാൾ ഹസൻ എന്ന സിഫത്ത് മുസബ്ബഹ മുന്തി. മനസ്സിലായില്ല? അതിനേക്കാൾ മറ്റൊന്നും മുന്തി. അത് അമൽ ചെയ്യുന്നതിന്റെ ഭാഗത്തോടുകൂടി മുന്തിയതാണ്. മുന്തൽ നിർബന്ധമാകണമെന്ന അടിസ്ഥാനത്തിലല്ല, അമൽ ചെയ്യുന്നതിന്റെ ഭാഗത്തോടുകൂടി മുന്തണം. വൽ മസ്ദരി കാജിബത്തു മിൻ ലർബിൻ സൈദുൻ. അങ്ങനെ വായിക്കണം. അവിടെ ഫായിൽ തിരിച്ചറിയണം, അങ്ങനെ വായിക്കണം. സംഗതി മിൻ ലർബിൻ എന്ന് വായിക്കാം. മിൻ ലർബിൻ അംറൻ. ഫഅഫഅല തഫ്ളീലും അതിനകത്ത് പെടും. അമാ ഫീ മഅനാ ജുല എന്നുള്ളതിനകത്ത് അതും പെട്ടു. കാ ലം അറ റജുലൻ അഹ്സന ഫീ ഐനിഹി അൽ കുഹ്ലു മിൻഹു ഫീ ഐനി സൈദ്. അതിന്റെ അർത്ഥം മൗലിദ് മുസ്ലിമാരെന്ന് പഠിച്ചിട്ട് പറഞ്ഞു നാളെ വരുമ്പോൾ. ഞാൻ കണ്ടിട്ടില്ല റജുലൻ, ഒരു റജുലിനെ. എങ്ങനത്തെ റജുലാണ്? അഹ്സന മെച്ചമായി, ഫീ ഐനി അവന്റെ കണ്ണിൽ, അൽ കുഹ്ലു കുഹ്ലു മെച്ചമായി. എങ്ങനത്തെ റജുലിനെ ഞാൻ കണ്ടിട്ടില്ല. മിൻഹു ആ കുഹ്ലു മെച്ചമായതിനേക്കാൾ ഫീ ഐനി സൈദിൻ സൈദിന്റെ കണ്ണിൽ. അവ കുഹുൽ രണ്ട് എത്തിബാറുണ്ട്. റജുലിന്റെ കണ്ണിലാവുക എന്ന എത്തിബാറുണ്ട്, ജയ്ദിന്റെ കണ്ണിലാവുക എന്ന എത്തിബാറുണ്ട്. ജയ്ദിന്റെ കണ്ണിലായപ്പോൾ അതെന്തായി? മെച്ചമായുള്ളതായി. എന്താ വക്കല്ലർബി മറർത്തു ബി റജുലിൻ ഇൻദഹു സഖറുൻ. ഞാൻ നടന്നു റജുലിന്റെ അരികിൽ കൂടി. സഖറു അവന്റെ അടുക്കലുണ്ട് സഖറുൻ. അപ്പൊ ഇന്ദ എന്നുള്ള അറബിന്റെ ഫായിലാണ് ആരെ? സഖറുൻ എന്നുള്ളത് രാജകിളി. വക്കാരബിൽ ജരി ഖറഅയ്തു റജുലൻ. ഞാൻ കണ്ടു ഒരു റജുലിനെ. ഫീഹി അയാളിലുണ്ട് ഖൈറുൻ ഒരുപാട് നന്മകളുണ്ട്. അവിടെ ഫീഹി എന്നുള്ളത് ജാർ മജ്റൂറാണ്, ഖൈറുൻ ഒരു ഫായിലാണ്. അങ്ങനെ വെച്ചപ്പോ പോവും. ഇസ്തഖറ സങ്കല്പിക്കുമ്പോഴാണ് ഫായിലാവുന്നത്. മുസ്തഖറു ഫീ അമൻ ആയ ഫായിലിന്റെ എന്താവും? ഫായില് മുസ്തഖർ എന്ന ഫീലിന്റെ മാനിക്കുള്ളതാവും. ഇപ്പൊ അങ്ങനെ വെച്ചു പോ, അത്രേ ഉള്ളൂ. ഫീഹി എന്നത് എന്ത് ചെയ്തു? ജറ് ചെയ്തു. അല്ല, ഫീഹി എന്നത് എന്ത് ചെയ്തു? പിന്നെ ഫീലിന്റെ മാനിക്കുള്ളതായതുകൊണ്ട് അത് റഫൈ ചെയ്തു. ആർക്ക് റഫൈ ചെയ്തു? ഖൈറുൻ എന്ന ഫായിലിന് റഫൈ ചെയ്തു. തർക്കീബ് എങ്ങനെ വെക്കും? ഞാൻ കണ്ടു റജുലിനെ. എങ്ങനത്തെ റജലാണ്? ഫീഹി അവനിൽ സ്ഥിരമായിരിക്കുന്നു, ഖൈറുൻ നന്മ സ്ഥിരമായിരിക്കുന്നു. ഫീഹി അവനിലുണ്ട്, ഖൈറുൻ ഖൈറാകുന്നു. അങ്ങനെ മുത്തേഖാറും വെച്ചാളല്ലോ. മുത്തേഖാറും വെച്ചാൽ നമ്മളെ ബാബുമായിട്ട് ബന്ധമില്ല അതിന്. ഫീഹി അവനിൽ സ്ഥിരമായിരിക്കുന്നു. ഫീഹി എന്നുള്ളത് എന്ത് ചെയ്തു? ഖൈറുൻ എന്നതിന് ജറ് ചെയ്തു. ഇന്ദ എന്ന ലർഫ് എന്ത് ചെയ്തു? സഖറുൻ എന്നതിന് ജറ് ചെയ്തു. ഫീഹി എന്ന ജാർ മജ്റൂർ എന്ത് ചെയ്തു? ഖൈറുൻ എന്നതിന് റഫഇ ചെയ്തു. മനസ്സിലായില്ല? ഇന്ദ എന്ന ലർഫ് സഖറുൻ എന്ന ഫായിലിന് റഫഇ ചെയ്തു. ഫീഹി എന്ന ജാർ മജ്റൂറാകുന്ന ലർഫ് ഖൈറുൻ എന്ന ഫായിലിന്. അതൊക്കെ ഒരു മുലാഹിദ അനുസരിച്ചാണ്. ഒരു മുലാഹിദിന്റെ ഒരു ഇത്തിബാറിന്റെ ഒരു മുഅ്തബറിന്റെ ഇത്തിബാർ അനുസരിച്ചാണ് അവിടെ തർക്കീബ് വെക്കുക. ഇപ്പൊ നമ്മൾ അവിടെ ഇത്തിബാർ ചെയ്തത് ഏതടിസ്ഥാനത്തിലാണ്? ലർഫ് റഫഇ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ്. ഫായിൽ എന്ന അടിസ്ഥാനത്തിൽ റഫഇ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ്. ജാർ മജ്റൂറും റഫഇ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ്. റാഫിഇ എന്ന അടിസ്ഥാനത്തിലാണ്. ആർക്ക് റഫഇ ചെയ്തു? ഫായിലിനെ റഫഇ ചെയ്തു. ഇനി അവിടെ തന്നെ ഒരു മുഅ്തബർ ഇത്തിബാർ ചെയ്യുകയാണ്. ഇൻദഹു എന്നുള്ള ലർഫ് ജാർ ഖബർ ലർഫാണ്. അത് ഖബർ മുഖദ്ദമാണ്, മറ്റേ മുബ്തദ മുഅഖറാണ്. എന്നായിക്കോട്ടെ, നമുക്ക് തയ്യാറൊന്നുമില്ല. ഒരു മുഅ്തബറിന്റെ ഇത്തിബാർ അനുസരിച്ചാണ് അതൊക്കെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ബാബിൽ കൊണ്ടുവന്നത് കൊണ്ട് ഇന്ദ എന്ന ലർഫ് റാഫി ആണ്. ആർക്ക് റഫഇ ചെയ്തു? സഖറുൻ എന്ന ഫായിലിന് റഫഇ ചെയ്തു എന്ന് വെക്കും. ഫീഹി എന്നുള്ള ജാർ മജ്റൂർ റാഫി ആണ്. ആർക്ക് റഫഇ ചെയ്തു? ഖൈറുൻ എന്ന ഫായിലിന് റഫഇ ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മൾ വെക്കുന്നത്. എടാ